വണ്ടർഫുൾ. വിജയൻ അറിയാമോ ഇന്ന് നാം നേടിയ രത്നത്തിന് എന്ത് വില വരുമെന്ന്? 50 ലക്ഷത്തിൽ പരം രൂപ. അറിയാം. അത് മാത്രവുമല്ല, ഇതിവിടെ എത്തിക്കാൻ നിങ്ങൾ കാണിച്ച തന്ത്രവും എനിക്ക്. തന്ത്രം? അതെ, നൂല് കെട്ടി മലയെ വലിക്കാൻ ശ്രമിക്കായിരുന്നില്ലേ നിങ്ങൾ? നീ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? ശ്രീധരൻ ഏർപ്പെടുത്തിയൊരു കള്ളക്കടത്തല്ലേ നിങ്ങൾ എന്നെ കൊണ്ട് നിങ്ങളുടേതാക്കിയത്? വിജയൻ, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിലെ ഒരു സാധാരണ സംഭവമാണ്. ബുദ്ധിയും ധൈര്യവുമാണ് ഇതിന്റെ മുതൽ മുടക്ക്. അതുള്ളവർക്കാണ് അന്തിമ വിജയവും. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഈ പെട്ടി ഇവൻ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്നത്. ഇതാ 10,000 രൂപയുണ്ട്. എന്തിനാ ഇത്? 1 മാസത്തെ ശമ്പളം മുൻകൂട്ടി. 50 ലക്ഷം നേടിത്തന്നിട്ട് 10,000 രൂപയോ? കൊള്ളാം. എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് അങ്ങനെ ആരും സൂഹിക്കണ്ട. എനിക്കിതിന്റെ നേരെ പകുതി കിട്ടണം. നീ കണക്ക് പറയുന്നു എന്ന് തന്നെ കരുതിക്കൊള്ളൂ. പറ്റില്ലെങ്കിൽ പറയൂ. ഞാൻ കൊണ്ടുവന്ന സാധനം അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കാം. എന്തു പറയുന്നു? 1 പൈസ കൂടുതൽ തരാൻ സാധ്യമല്ല. ജീവൻ വേണമെങ്കിൽ എന്റെ ജീവന് 10,000 രൂപ വിലയുള്ളെങ്കിൽ എനിക്കത് വേണമെന്നില്ല. How dare you come in front of me? ഭയന്ന് വിളിക്കുന്നവൻ നിങ്ങളുടെ ജോലിക്ക് കൊള്ളില്ലല്ലോ. നമക് ഹറാം എഹ്സാൻ ഫറാമോഷ്. I will kill you. അതിനു മുൻപ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ തോക്കിൽ നിന്ന് ഞാൻ ആദ്യമായി നിറയൊഴിച്ചത്. ആ പാപത്തിന്റെ ശമ്പളമേ ഞാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും സാബിനോട് എനിക്ക് കൂറുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ അതിനു മുൻപ് പട്ടിണി കിടന്ന് ഈ നഗരത്തിൽ അലഞ്ഞ് എന്നെ സഹായിച്ച ആ പാവം മനുഷ്യനെ മറക്കാനൊക്കോ? കാര്യമില്ലാതെ അയാളെ ഉപദ്രവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ? അതല്ലേ സാബ് നന്ദികേട്? ഉപകാരം ചെയ്ത ഒരാളെ രക്ഷിച്ചത് കുറ്റമാണെങ്കിൽ സാബിനെ എന്നെ ശിക്ഷിക്കാം. ഇതിൽ നിറയുണ്ട്. देवन, मैं उन लोगों को कभी माफ नहीं कर सकता जो मेरे इकलौते बेटे को वर्गला रहे हैं. ഒരേ കുറ്റം ചെയ്തവരിൽ സ്വന്തം മകനെ മാത്രം മാറ്റി നിർത്തി ആ പാവം പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ആളെ വിട്ടത് ശരിയാണോ സാബ്?